കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും വിലയിരുത്തുവാനും നടത്തുന്ന ഹരിത വിദ്യാലയം പരിപാടി, സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം, സാമൂഹ്യ പങ്കാളിത്തം എന്നിവയാണ് പ്രധാനമായും ഈ ഒരു ഹരിത വിദ്യാലയം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഊന്നൽ നൽകുന്നത് കുട്ടികളിലെ ക്ഷേമം, പഠനത്തിനോടുള്ള താല്പര്യം, അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക എന്ന ഒരു ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഹരിത വിദ്യാലയം. ഇതിൽ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 85 സ്കൂളുകളിൽ ഒന്നും വടകര വിദ്യാഭ്യാസ ജില്ലയിലെ ഏക വിദ്യാലയവുമായ MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വില്യാപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇത്. ഇവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിങ്ങനെയാണ് ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠന മികവിൽ മുന്നോട്ട് വരികയും വളരെയധികം നല്ല രീതിയിൽ ഈ ഒരു പ്രവർത്തനത്തിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലൂടെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതും ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് സ്കൂളിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തി മാതൃകയാവുന്ന വില്യാപ്പള്ളി MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഷംസുദ്ദീനാണ് നമുക്കൊപ്പം ചേരുന്നത്. വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് നിങ്ങളുടെ സ്കൂളിന് ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത്. എന്താണ് സാറിന് പറയാനുള്ളത്? കൈറ്റ് വിക്ടേഴ്സ് ചാനലിൻ്റെ റിയാലിറ്റി ഷോയായ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലേക്ക് ഇത് 2ാമത്തെ തവണയാണ് നമ്മുടെ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളും മറ്റ് മികവുകളും അടിസ്ഥാനമാക്കി, അതുപോലെ സ്കൂൾ വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്ത പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളിന് ഈ റിയാലിറ്റി ഷോയിലേക്ക് പ്രവേശനം കിട്ടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ സ്കൂളിൻ്റെ എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്. എന്തൊക്കെ പദ്ധതികളാണ് ഇതിനു വേണ്ടി ആവിഷ്കരിച്ചത്? തയ്യാറെടുപ്പുകളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ടാവുമല്ലോ. സ്കൂളിൻ്റെ പ്രൊഡക്ഷൻ സെൻറ്റർ, അതായത് കുട്ടികൾ തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന ഒരു സംവിധാനം സ്കൂളിലുണ്ട്. അതേപോലെ സ്കൂൾ സ്പോർട്സ് അക്കാദമി, കുട്ടികളെ 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് മികച്ച പരിശീലനം നൽകി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ മത്സരിപ്പിക്കാൻ, അതുപോലെ ദേശീയ തലത്തിലും നമുക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റൊന്നാണ് MJയുടെ വിങ്സ് എന്നുള്ള പദ്ധതി. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് സിവിൽ സർവീസ് പോലുള്ള മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള പരിശീലനം നൽകുന്ന ഒരു സംവിധാനമാണ് വിങ്സ് പദ്ധതി. ഇതുപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്നു വരുന്നുണ്ട്. സ്കൂളിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒട്ടേറെ അധ്യാപകരുണ്ട്. പലർക്കും ഇതിന് ചാർജുകൾ നൽകിയിട്ടുണ്ട്. അതിലിപ്പോൾ വിങ്സിൻ്റെ ചാർജ് വഹിക്കുന്ന VM അഷ്റഫ് സാറാണ്. അതുപോലെ അനീസ് സാർ ഇതിന് നേതൃത്വം കൊടുക്കുന്നു. സ്കൂൾ കായികാധ്യാപകൻ ഫൻസീർ മാഷാണ് സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ വിവിധ ആളുകളിൽ നിന്ന് സ്പോൺസർ ചെയ്തിട്ടാണ് നമ്മൾ സ്കൂളിൽ സജ്ജീകരിക്കുന്നത്. മറ്റൊന്ന് പ്രൊഡക്ഷൻ സെൻ്ററാണ്. കഴിഞ്ഞ ഹെഡ് മാസ്റ്ററായിരുന്ന ബഷീർ സാറിൻ്റെ സമയത്താണ് അങ്ങനെ ഒരു സംവിധാനം സ്കൂളിലേക്ക് എത്തിയത്. സ്കൂളിലെ പ്രവൃത്തി പരിചയ അധ്യാപികയായ സമീന ടീച്ചർ ഇതിന് നേതൃത്വം കൊടുക്കുന്നു. അതേപോലെ സ്റ്റാഫ് സെക്രട്ടറി ഷഫീഖ് സാറിൻ്റെയും അനീസ് സാറിൻ്റെയും, അതുപോലെ സ്കൂളിലെ ഡെപ്യൂട്ടി HM അസീസ് സാർ, അതുപോലെ SITC ഷമീർ സാർ, ഇവരൊക്കെ ഈ പ്രവർത്തനങ്ങളിൽ വളരെയധികം നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനും അതിലേക്ക് കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുപാട് താല്പര്യപ്പെടുത്താനായിട്ട് ഇതേപോലെ ഒരുപാട് പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. കുട്ടികളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നല്ല ആക്റ്റീവായിട്ട് തയ്യാറെടുപ്പുകളോടുകൂടി പങ്കെടുക്കുന്നുണ്ടോ? തീർച്ചയായും കുട്ടികളുടെ
നല്ലൊരു പങ്കാളിത്തം ഇതിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഒട്ടേറെ ഈ പ്രൊഡക്ഷൻ സെൻ്ററിലൂടെയൊക്കെ ഒരുപാട് ജോലികൾ സ്വന്തമായി പഠിച്ച് അവർ പ്രാവർത്തികമാക്കുന്നുണ്ട്. അതുപോലെ സ്പോർട്സ് അക്കാദമി കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വിദ്യാലയത്തിൽ ഈ അടുത്ത കാലത്തായി ധാരാളം വിദ്യാർത്ഥികൾ പുതുതായിട്ട് വന്നു ചേരുന്നുണ്ട്. നല്ല അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു അഡ്മിഷനൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. PTA കമ്മിറ്റികൾ ഒക്കെ എങ്ങനെ? PTA പൂർണ്ണമായ സഹകരണം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി PTA നല്ല നിലയിൽ എല്ലാവിധ സപ്പോർട്ടും ഈ കാര്യത്തിൽ നൽകുന്നുണ്ട്. അതുപോലെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പിന്തുണയും. കുട്ടികളിലെ പഠന മികവ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഹരിത വിദ്യാലയം. ഇപ്പോൾ സീസൺ 4 എത്തിയത് അല്ലേ? എന്താണ് ഈ ഒരു പദ്ധതി, ഒന്ന് വിശദീകരിക്കാമോ? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ഓരോ സ്കൂളിലെയും ഉണ്ടായ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ മറ്റ് വിദ്യാലയങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ. ഇതിൻ്റെ 3 എഡിഷനുകൾ നേരത്തെ പൂർത്തിയായിട്ടുണ്ട്. അത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, അതായത് കൈറ്റിൻ്റെ ചാനലിലൂടെയാണ് ഈ റിയാലിറ്റി ഷോ പ്രക്ഷേപണം ചെയ്തത്. അതിൻ്റെ 4ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. 2026 ജനുവരിയിലാണ് ഈ റിയാലിറ്റി ഷോ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന് പ്രാഥമികമായി ഒരു സെലക്ഷൻ നടത്തി. അതിൽ 875 സ്കൂളുകളാണ് ഈ പ്രാഥമിക സെലക്ഷന് വേണ്ടി അപേക്ഷിച്ചത്. ആ 875 സ്കൂളുകളിൽ 85 സ്കൂളുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ കോഴിക്കോട് ജില്ലയിൽ 7 വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. 4 ഹൈസ്കൂളുകളും 3 പ്രൈമറി സ്കൂളുകളുമാണ്. അതിൽ 4 ഹൈസ്കൂളിൽ ഒന്നായി മാറാൻ വില്യാപ്പള്ളി MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞു. വടകര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാലയവും ഞങ്ങളുടേതാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്. അതേപോലെ 2022 നടന്ന റിയാലിറ്റി ഷോയിലും നമ്മുടെ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ വിദ്യാലയങ്ങളെയും തിരുവനന്തപുരത്തെ ഫ്ലോർ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയും അതിൽ നിന്നും അവസാന ലിസ്റ്റിലേക്ക് 10 വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും, ഫൈനൽ ലിസ്റ്റിലേക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം. അപ്പം നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്ന മുഴുവൻ പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും ആ മികവുകൾ പൊതു വിദ്യാലയങ്ങൾക്ക്, മറ്റു വിദ്യാലയങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരെ അറിയിക്കുക, അത് അവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ അവർക്ക് പകർത്താൻ കഴിയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം 8 വിദ്യാർത്ഥികളും 3 അധ്യാപകർ, 2 അധ്യാപകരും ഒരു PTA മെമ്പറും, അങ്ങനെ 11 അംഗ ടീമാണ് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കേണ്ടത്. അത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഷൂട്ടിംഗ് ലഭിച്ചത് ജനുവരി 2-ാം തീയതിയാണ്. ജനുവരി 2-ാം തീയതി തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അതിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് പങ്കെടുക്കാനും അതേപോലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുമുള്ള അത്യധികമായ സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതിനു വേണ്ടി സ്കൂളുകൾ നടത്തിയത്? അതെ, ഓരോ സ്കൂളിനും ഈ അക്കാദമിക കലണ്ടർ തയ്യാറാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ഓരോ അധ്യയന വർഷവും അക്കാദമിക കലണ്ടർ തയ്യാറാക്കണം. ആ അക്കാദമിക കലണ്ടറിൽ ഒരു വിദ്യാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്തായിരിക്കണമെന്ന് നിർദ്ദേശിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളിനും ഓരോ വർഷവും പ്രത്യേക പദ്ധതികളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അക്കാദമിക മേഖലയിൽ പ്രധാനപ്പെട്ട രീതിയിൽ എല്ലാ കുട്ടികളെയും അവർക്ക് മികവിലെത്തിക്കാനുള്ള രീതിയിലുള്ള പദ്ധതികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതേപോലെ ഈ നോൺ അക്കാദമിക രംഗത്തും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പം അത് കായികമേളയായിക്കോട്ടെ, കലാമേളയായിക്കോട്ടെ, അല്ലാത്ത ശാസ്ത്രമേളകളായിക്കോട്ടെ, മത്സര പരീക്ഷകളായിക്കോട്ടെ, ഇത്തരം മേഖലയിലൊക്കെ കുട്ടികളെ ഉയരത്തിലെത്തിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പം ഒരു ഈ IAS കോച്ചിങ് വരെ കുട്ടികളെ എത്തിക്കാനുള്ള വിങ്സ് എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ കോച്ചിങ് നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. അതിനായി പ്രത്യേക ഒരു മുറി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയം ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിലെ അധ്യാപകനായ ഷഫീഖ് സാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. സ്കൂളിലെ പ്രവർത്തന മികവിനെ കുറിച്ചൊക്കെ സംസാരിച്ചു.
ഒരുപാട് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഹരിതം പദ്ധതിയിലേക്ക് വേണ്ടിയിട്ട് ഇവർ സ്കൂൾ തയ്യാറെടുത്തത്. അതിനുവേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തി. കുട്ടികളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ്. വളരെ നല്ല രീതിയിൽ കുട്ടികൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വളരെയധികം ഉത്സാഹം കാണിക്കുന്നുണ്ടെന്നൊക്കെയാണ് സാറും അതേപോലെ ഇവിടുത്തെ പ്രധാന അധ്യാപകനും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഹലോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ൽ. എല്ലാവരും 8ാം ക്ലാസ് ആണോ? പരീക്ഷയൊക്കെ ആയിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ? സിമ്പിളാ, വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സ്കൂൾ ഇപ്പം ഹരിത വിദ്യാലയം ആ ഒരു പരിപാടിയിൽ റിയാലിറ്റി ഷോയിൽ സീസൺ 4 എത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്? നല്ല കാര്യം. സാറ് പറഞ്ഞു ഇവിടെ സിവിൽ സർവീസിൻ്റെ പോലെയുള്ള കോച്ചിങ് ഉണ്ട്. അതുപോലെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. കലാമേളയായാലും മറ്റുള്ള ശാസ്ത്രമേളയായാലും മറ്റുള്ള ഒരുപാട് പരിപാടികൾ നടത്തിയിട്ട് കുറച്ചും കൂടി കുട്ടികളെ താല്പര്യം ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണോ? അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ടോ? പഠനത്തിൽ പിന്നോട്ടൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണർവ് ഉണ്ടാവലുണ്ട്. എന്താ ഉണർവ് എന്നുള്ള പരിപാടി? മറ്റേ പഠനത്തിൽ നല്ല രീതിയിൽ പഠിക്കുക ഒരു ക്ലാസ്. പഠനത്തിൽ പുറകോട്ടായി നിൽക്കുന്ന കുട്ടികൾക്കുള്ള ക്ലാസ്, അതിന് ഉണർവ് എന്നുള്ള പരിപാടി അല്ലേ? അപ്പോൾ കുട്ടികളൊക്കെ നല്ല രീതിയിൽ അതിനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണല്ലേ? ഞങ്ങൾ ഹാപ്പി. ശരി, താങ്ക് യു. പൊതുവിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന വൈകല്യങ്ങൾ ലഘൂകരിക്കുവാനും പഠനത്തോടുള്ള താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും കായിക മേഖലകളെ പരിപോഷിപ്പിക്കുവാനും വേണ്ടി ജില്ലയിലും സംസ്ഥാനത്തിനും തന്നെ മാതൃകയാവുന്ന ഒരു വിദ്യാലയമാണ് MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ നിന്നും മിത്ര മോഹൻ, മീഡിയ വിഷൻ.